എങ്ങനെയായിരുന്നു ഈ പഠനകാലം? ഞാൻ ഭാരതീയ വിദ്യാഭവനിലാണ് +1 +2. അത് കഴിഞ്ഞ് ഞാൻ നേരെ 5 ഇയർ കോഴ്സിൽ കേരള ലോ അക്കാഡമിയിലാണ് പഠിച്ചത്. അവിടെ വെച്ച് തന്നെ പഠിത്തവും ഈ പറഞ്ഞ പോലെ കല്യാണവും എല്ലാം ഈ ഒരുമിച്ച് ഇത് അങ്ങ് പോയി. അതെങ്ങനെ? അല്ല, അവിടെ വെച്ചാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടുന്നത്, ഷോൺ. അതെ, അദ്ദേഹം അവിടെയാണ്. പക്ഷേ ഞങ്ങൾ ഒരുമിച്ചല്ല പഠിച്ചത്. എന്നെക്കാട്ടും സീനിയറാണ്. അവർ പോകുന്നതിൻ്റെ ഫൈനൽ ഇയർ ഫംഗ്ഷന് വെച്ചിട്ടാണ് ഞാൻ അച്ചായൻ നാട്ടോ വിളിക്കുന്നത്. എനിക്ക് ഷോണിന് ഒരു ബുദ്ധിമുട്ട്. അച്ചായനെ ഞാൻ കാണുന്ന അവിടെ വെച്ചാ. പിന്നെ എല്ലാം വളരെ ഫാസ്റ്റ് ആയിരുന്നു. പിന്നെ ഫോൺ നമ്പർ മേടിക്കുന്നു, വിളിക്കുന്നു, സംസാരിക്കുന്നു, പിടിക്കുന്നു. അല്ല, ഞങ്ങൾ ഒരുമിച്ച് പിടിക്കുന്നു, ഞങ്ങൾ കറങ്ങി ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് കല്യാണത്തിന് മുമ്പ് കയറി പിടിച്ചെന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല. അത് എത്ര വലിയ പ്രശ്നമാണോ? അത് എനിക്കറിഞ്ഞൂടാ. എനിക്ക് പ്രശ്നമില്ലല്ലോ. എനിക്കും പ്രശ്നമില്ല. പിന്നെ പ്രേമിക്കൊട്ടും പ്രശ്നമില്ല. ഞാനാ ചെയ്യുന്നല്ല. അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ വന്നത്, എന്തായാലും പിടിച്ചവരെ തന്നെയാ കേട്ടിയത്. 2 പിള്ളേരും ഉണ്ടായി. അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പൊ ഷോൺ എന്ന വ്യക്തിയെ കല്യാണം കഴിക്കാനുണ്ടായ ഒരു എന്തുകൊണ്ടാണ് ഷോൺ സ്പാർക്ക്? ഞാൻ ആദ്യം കാണുമ്പോൾ ഹീസ് എ ഗുഡ് എനിക്ക് അപ്പം തന്നെ നല്ലൊരു ലീഡർഷിപ്പ് ഉള്ള ഒരു വ്യക്തിയാണ്. ഈസ് ഹാവിങ് ലോട്ട്സ് ഓഫ് കോളേജിലാണെങ്കിലും ഒത്തിരി ആരാധന ഒരു കഥാപാത്രമാണ്. പിന്നെ കോളേജിൽ ഒരുപാട് പെൺകുട്ടികൾ ഷോണിന്റെ പുറകെ ഉണ്ടായിരുന്നു. ഉണ്ടായിരിക്കും, ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. അപ്പൊ ആദ്യം ആരായിരിക്കും ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത്? ഞാൻ തന്നെ. എനിക്കുള്ളല്ലോ അങ്ങനത്തെ തൻ്റെ ഇടമൊക്കെ. ഞാൻ തന്നെ ഇടിച്ചു കയറി പരിചയപ്പെടുകയും സംസാരിക്കുകയൊക്കെ ആയിരുന്നു. പുള്ളി പിന്നെ പണ്ട് തൊട്ടേ കോളേജ് തലം, എനിക്കൊന്ന് കോളേജ് തലം തൊട്ടേ രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്പിരിറ്റിൽ കൊണ്ട് കിടക്കുന്നതാണ്. ഈ കോളേജിൽ വെച്ച് ഏത് പാർട്ടിയായിരുന്നു? കേരള കോൺഗ്രസ്. അപ്പം അതിലിങ്ങനെ ഭയങ്കര ഹീറോ ആയിട്ട് നടക്കുന്ന ഒരു സമയമായിരുന്നു. നമുക്ക് എന്തായാലും ആരാധന തോന്നുമല്ലോ. അങ്ങനെ ഭയങ്കര സീരിയസ് പേഴ്സൺ. വീട്ടിൽ വന്ന് ഇത് അവതരിപ്പിച്ചു അതോ? അല്ലല്ല, ഞങ്ങളെ ഇഷ്ടത്തിലായി. പിന്നെ ഞങ്ങൾ തന്നെ വീട്ടിൽ പറയുമായിരുന്നു, വി ക്യാൻ സെറ്റിൽ എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെ പറയായിരുന്നു. അങ്ങനെ എൻ്റെ പപ്പയോട് സംസാരിച്ചു. അങ്ങനെ അദ്ദേഹം അച്ചായൻ്റെ പപ്പയോ അതിൽ സംസാരിച്ചു. പിന്നെ എല്ലാം വളരെ ഫാസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ അധികം പപ്പയായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫാസ്റ്റ് ആവാതെ ഇവിടെ പോകാനാ. അത് തന്നെ, ഫാസ്റ്റ് ആയിരുന്നു. പിന്നെ അറിയാമല്ലോ, നമുക്കൊക്കെ ഇങ്ങനെ ചുറ്റും മീഡിയാസ് ഒക്കെ ഉള്ളതുകൊണ്ട് കൂടുതലായിട്ടുള്ള ഒരു കോൺട്രവേഴ്സി അങ്ങനെ ഒരു രീതി പോയില്ല. ഞങ്ങളങ്ങ് കല്യാണം കഴിച്ചു, സ്വയം തീരുമാനിച്ചു, കല്യാണം കഴിച്ചു, സുഖമായിട്ട് ജീവിക്കും. എന്റെ പപ്പയ്ക്കാണെങ്കിലും ഇഫ് യു ആർ ഓക്കെ വിത്ത് ഇറ്റ്, നമ്മുടെ ഒപ്പീനിയനെ വില തരുന്ന അങ്ങനെ വേറെ മതം അല്ലെങ്കിൽ വേറെ അങ്ങനെ കാസ്റ്റ് അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല. ഈ ജസ്റ്റ് വാണ്ട് ലൈക്ക് എന്നെ ടേക്ക് കെയർ ചെയ്യാൻ കെൽപ്പുള്ള ഒരു മനുഷ്യനാണോ, ഷോണിന്റെ ഫാമിലി എങ്ങനെയാണ്, അവരുടെ അച്ഛനും അമ്മ, പുള്ളി നല്ലൊരു കുടുംബം, അങ്ങനെ മാത്രമേ നോക്കിയുള്ളൂ. അപ്പം എല്ലാം അങ്ങ് സ്മൂത്തായി. ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഇണക്കങ്ങളും പിണക്കങ്ങളും അങ്ങനെയൊന്നും വന്നില്ല. മൂത്താള് മോനാണ്, PC ജോർജ് എന്നാ പേര്. അവിടെ എല്ലാവരും ഇങ്ങനെ ഈ അവരുടെ ഒരു കൾച്ചറിൽ അച്ഛൻ്റെ പേരാണ് ഇടുക മൂത്ത മോനാണെങ്കിൽ. ഷോണിന്റെ ഫാദറിന്റെ പേര് തന്നെയാണ് PC ജോർജ്. അതെ, കുഞ്ഞു PC, കൊച്ചു PC എന്നൊക്കെ വിളിക്കും. PC ജോർജ്. ഇളയ മോളാണ്, UKG പഠിക്കുന്നു അവള്. ആരാധന അന്ന ഷോൺ എന്നാണ് പേര്. അമ്മുക്കുട്ടി എന്ന് വിളിക്കും. ആരാധന എന്നാണ് പേര്. ഇപ്പൊ ഈ വീഡിയോ കണ്ടുള്ള പഠിത്താണ് തീർച്ചയായിട്ടും. അത് മാത്രമല്ലേ ഉള്ളൂ. എന്റെ കൊച്ചങ്ങനെ സ്കൂളിന്റെ പതിവാതിലേ കണ്ടിട്ടില്ല.